ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? +1 സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു. സോ നിരവധി സംശയങ്ങളാണ് മക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം വലിയ സന്തോഷം തന്നെയാണ്. കാരണം മെസ്സേജ് അയക്കുന്ന ബഹുഭൂരിപക്ഷം മക്കളും പറയുന്നത്, സാർ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആഗ്രഹിച്ച സബ്ജക്റ്റിന് തന്നെ അഡ്മിഷൻ കിട്ടി എന്നതാണ്. വലിയ സന്തോഷമുണ്ട്. സോ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് സ്കൂളിലോട്ട് പോവുക, എന്നിട്ട് ആവശ്യമുള്ള രേഖകളെല്ലാം സമർപ്പിച്ച് പെർമനൻ്റ് ആയിട്ട് ഫീസ് അടച്ച അഡ്മിഷൻ നേടുക. ഇനി അടുത്ത കാറ്റഗറി ഓഫ് മക്കളുണ്ട്. സാർ ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ എനിക്കിപ്പോഴും അഡ്മിഷൻ കിട്ടിയിട്ടില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാറ്റഗറി ഓഫ് മക്കളുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ അതേ സ്കൂൾ തന്നെയാണോ എന്നൊന്ന് വെരിഫൈ ചെയ്യുക. കാരണം അതേ സ്കൂളാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അതിനാൽ തന്നെ മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതല്ല സാർ, ഞാൻ ആഗ്രഹിക്കുന്ന സ്കൂളിലല്ല എനിക്ക് കിട്ടിയത്, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സെക്കൻഡിൽ എനിക്ക് ഒരു സ്കൂൾ കിട്ടി, പക്ഷെ അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത സ്കൂളല്ല എന്ന കാറ്റഗറിയിൽ വരുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ പോയിട്ട് സ്കൂളിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുക. ഒരു തവണ കൂടി ഞാൻ ആവർത്തിക്കാം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് ഒരു സ്കൂളും കിട്ടിയിട്ടില്ല, എനിക്ക് ആദ്യമായിട്ടാണ് ഒരു സ്കൂൾ അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നത്, അതും സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ്, പക്ഷെ ഞാൻ ആഗ്രഹിച്ച സ്കൂൾ അല്ല എന്നുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നേരിട്ട് സ്കൂളിൽ പോവുക, എന്നിട്ട് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ 1 രൂപ പോലും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത കാറ്റഗറി ഓഫ് മക്കൾ, സാർ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഞാൻ ആഗ്രഹിച്ച പോലെ സ്കൂളിൽ തന്നെയാണുള്ളത്, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഫീസ് അടച്ച് പെർമനൻ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കണം, അതിനകത്തൊരു മാറ്റവുമില്ല. ഇനി ഇതിലൊന്നും പെടാത്ത മക്കളുണ്ടാവില്ലേ, സാർ എനിക്കിപ്പോഴും അഡ്മിഷൻ ഒന്നും കിട്ടിയിട്ടില്ല, ഒരു സ്കൂളിലും എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഓൾറെഡി ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, സ്റ്റിൽ ഇപ്പോഴും എനിക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? +1 എനിക്ക് എവിടെയെങ്കിലും പഠിക്കാൻ സാധിക്കുമോ എന്ന ടെൻഷനിലും കൺഫ്യൂഷനിലും ഇരിക്കുന്ന മക്കളുണ്ടാവും. മക്കളെ, ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. ജൂൺ 28-ാം തീയതി നമ്മുടെ 3ാമത്തെ അലോട്ട്മെൻറ്റ് വരാൻ പോവുകയാണ്. ബാക്കിയുള്ള റിമൈനിങ് ഫില്ലാവാത്ത എല്ലാ സീറ്റുകളിലോട്ടും മക്കളെ അലോക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള 3ാമത്തെ അലോട്ട്മെൻറ്റാണ് ജൂൺ 28-ാം തീയതി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും ആഗ്രഹിച്ച പോലെ ഒരു സ്കൂളിൽ സീറ്റുകൾ കിട്ടിയിരിക്കും. ടെമ്പററി ആയി അഡ്മിഷൻ എടുത്ത മക്കൾക്ക് കൂടി വലിയ സാധ്യതയാണ് ജൂൺ 28-ാം തീയതി നടക്കാൻ പോകുന്ന തേർഡ് അലോട്ട്മെൻറ്റിൽ ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിച്ച സ്കൂളുകളിൽ തന്നെ സീറ്റ് കിട്ടിയിരിക്കും. കൂളായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമുക്ക് ജൂലൈ 6-ാം തീയതിയാണ് +1 ക്ലാസ്സുകൾ തുടങ്ങുന്നത്. സോ നമ്മുടെ മുന്നിൽ സമയമുണ്ട്, പക്ഷേ പഠിക്കാൻ നമ്മുടെ മുന്നിൽ തീർത്തും കുറവ് സമയമേ ഉള്ളൂ. ഞാൻ പല ലൈവുകളിലും ലോഞ്ചുകളിലും കൃത്യമായി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമാണ്, സ്കൂൾ തുറക്കുമ്പോഴേക്കും എല്ലാ സബ്ജക്റ്റിലെയും ഒരു ചാപ്റ്റർ വീതമെങ്കിലും നിങ്ങൾ പഠിക്കണം എന്ന കാര്യം. നമ്മുടെ +1 അഗ്നിയുടെ സെക്കൻഡ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. സോ ഇനിയും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറായ 9994000800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ മഴക്കാലമായതിനാൽ തന്നെ മൺസൂൺ ഓഫർ കറൻ്റ്ലി സൈലത്തിലുണ്ട്. സോ 10% ഓഫറാണ് ടോട്ടൽ ഫീസിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുക. ആരും ഈ അവസരം നഷ്ടപ്പെടുത്തരുത്, ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം കൂടെയുണ്ട്, അലോട്ട്മെൻറ്റ് എല്ലാം ഗംഭീരമാകും, ഒരു ടെൻഷനും വേണ്ട. ഓൾ ദി ബെസ്റ്റ്.